ദയവായിരുന്നാലും. ഞാൻ ഒരുപാട് ഉപവാസ പ്രാർത്ഥനകൾക്ക് ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്യുന്ന ആളാണ്. വലിയ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിക്കുന്നവരുടെ എണ്ണം 15 കാണും, അതിൽ കൂടുതൽ വരത്തില്ല. ഐ റിപ്പീറ്റ്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഉപവാസ പ്രാർത്ഥനകളിൽ മിക്കയിടത്തും പോകുന്നത്. ഇവിടെ 13-ാം തീയതി തീരും. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന പലയിടത്തും നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഉപവാസമാണ് ഞാൻ പോകാത്തതാണ്. 15-ാം തീയതി വരെ ഞാനിവിടെ കാണും, 14-ഉം 15-ഉം ഞാനിവിടെ കാണും. 16-ാം തീയതി യാത്ര തുടങ്ങുക. മിക്കവാറും എനിക്കൊന്ന് ജൂൺ വരെ പോകുന്നത് എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും. ഈ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഉപവസിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ 10, അതിന് മേളിലില്ല. പലയിടത്തും ഉപവസിക്കുന്ന 2 പേര്, പാസ്റ്ററോ പാസ്റ്ററുടെ വൈഫോ ആണ് പലയിടത്തും ഉപവസിക്കുന്നത്. അധികം പേര് ഉപവസിക്കുന്നവരില്ല. ഇത്രയും പേര് ഒരുമിച്ച് ഉപവസിക്കുന്ന ഒറ്റ രംഗം സത്യമായി ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ. സത്യം. ഒരുപാടിടത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, അവരാരേലും പറഞ്ഞിട്ട്. ഇത്രയും പേര് ഒരുമിച്ച് ഉപവസിക്കുന്ന ഒറ്റ രംഗം ഇതേ കണ്ടുള്ളൂ. നമ്മൾ ഇവിടുന്ന് പ്രാപിച്ചില്ല, പിന്നെ ഇവിടുന്ന് പ്രാപിക്കാൻ ഈ ആശയം കൂടെ കിട്ടിക്കോണം. നമ്മൾ ഇവിടുന്ന് പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പ്രാപിക്കാനാണ്. അതുകൊണ്ട് പ്രാപിച്ചേ എഴുന്നേക്കാവും. ഇനി 7 or 8 ദിവസമേ ഇഫക്റ്റീവ്ലി നമ്മുടെ ഉള്ളൂ. 2 ഞായറാഴ്ച അങ്ങ് മാറും. ഇതെല്ലാം കഴിഞ്ഞാൽ 7 or 8 ദിവസമേ നമ്മുടെ ഇടയിൽ ഇനി ഉള്ളൂ. നമ്മൾ പ്രാപിക്കാതെ പോകരുത്, നമ്മൾ പ്രാപിച്ചിരിക്കണം. 91-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേച്ച്, ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചേച്ച് നമ്മുടെ കോമൺ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളിലേക്ക് പോകാണ്. 10 മിനിറ്റ് മാത്രമേ ഞാൻ എല്ലാം കൂടി എടുക്കത്തുള്ളൂ. ദയവായി കോമൺ പ്രാർത്ഥന വരെ ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ കർത്താവ് ദിവസം വരും, പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യും. 91-ാം സങ്കീർത്തനം ആരെങ്കിലും ഒന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നിൽക്കട്ടെ, അതാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം പകുതി അല്ലെങ്കിൽ ഭാഗികമായി വസിക്കുക. ബാക്കിയോ ദൈവത്തോടുകൂടെ. ഭാഗികമായി മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. നമ്മുടെ ജോലിയൊക്കെ കട്ട് ഷോട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ ഉപവാസത്തിൻ്റെ പ്രമാണം ഉപവസിക്കുമ്പോൾ വേറെ ഒന്നും നോക്കാതെ ഇതിന് തന്നെ ഇരിക്കണമെന്നാണ്. നല്ല കാര്യമാണ് ഒത്താൻ. ഇവിടെ വന്ന് താമസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഭയങ്കര അളവിൽ നിങ്ങൾക്കത് നോക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിർത്തണമെന്നല്ല, ശ്വാസം വലിക്കരുതെന്നല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ തുണി കഴുകരുതെന്നല്ല, കുളിക്കരുതെന്നല്ല, അതൊന്നും അല്ല ഈ പറയുന്നത്. എന്നാൽ ഒഴിവാക്കാവുന്ന സകലതും ഒഴിവാക്കി വന്ന് താമസിക്കുന്നവർ അതാ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എല്ലാവരും കൂടി ഇവിടെ വന്ന് പാർക്കാൻ നോക്കിയാൽ ഒക്കത്തില്ല. ഇന്നലെ 8-10 പേരൊക്കെ ഒരിടത്തുനിന്ന് വന്ന് കേട്ടപ്പോഴത്തേക്ക് കമ്മിറ്റി ആകെപ്പാടെ ബുദ്ധിമുട്ടുകായിരുന്നു. ഹൗ ടു അക്കോമഡേറ്റ്, ഇവിടെ കൊണ്ട് താമസിപ്പിക്കും. ഇതൊന്നും ഒക്കുന്നതല്ല. അതുകൊണ്ട് അടുത്ത വീടുകളുള്ളവരും പോയി വീടുകളിൽ പോകാവുന്നവരും ഒക്കെ പോകുന്നു. നമ്മൾ ഒഴിവാക്കാവുന്നത് ഒഴിവാക്കി മാക്സിമം സമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നമ്മെക്കുറിച്ച് പറയുന്ന പദമാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും അല്ലേ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും. ഹൃദയം അതുപോലെ ദൈവസന്നിധിയിൽ അങ്ങ് വിട്ടുകൊടുക്കണം. ഇവിടെ വരുമ്പം ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും ഓർത്തോണ്ട് ഇതിനകത്തിരുന്ന് എൻ്റെ കുഞ്ഞെ ഉള്ള ശാപവും കൂടെ വലിച്ചോണ്ട് പോകാതെ അല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ അയൽവക്കക്കാരനെ കമത്തണം, അവൻ്റെ ഇരിക്കുന്ന കാശ് പിടിക്കണം, കസേര കളിക്കണം, ആ കസേര എനിക്ക് പിടിക്കണം, ഉള്ള ശാപം കൂടെ വലിച്ചോണ്ട് പോകാതെ. എന്നാൽ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നമ്മുടെ കാര്യമാണ് പറഞ്ഞ് അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. അവനെക്കുറിച്ച് അങ്ങോട്ട് വായിച്ചു. യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ദൈവത്തോട് പറയുന്നത്, യഹോവയെ കുറിച്ച് പറയുന്നത്, യഹോവ എന്റെ സങ്കേതം. നമുക്ക് ഓടി വന്ന് ഒളിക്കാൻ ഒരു ഒറ്റ ഇടമേ ഉള്ളൂ, യഹോവ എന്റെ സങ്കേതം. കറക്റ്റ് ആണോ? യഹോവ നിങ്ങളുടെ സങ്കേതമാണ്. തങ്കൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഉപേക്ഷിക്കാത്ത തമ്പുരാൻ. ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഉപേക്ഷിക്കാത്ത തമ്പുരാൻ. യഹോവയെ കുറിച്ച് യഹോവ എന്റെ സങ്കേതവും എന്റെ ബലം. വായിച്ചു. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ഇന്ന് പകൽ ആശ്രയിപ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉപേക്ഷിക്കാത്ത തമ്പുരാന്റെ പാദപീഠത്തിൽ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് തമ്പുരാൻ എന്നാ ചെയ്യും? 1-2 കാര്യം വായിച്ചു നോക്ക്. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും. നമുക്കെതിരെ വേട്ടക്കാരുണ്ട്, മറക്കരുത്. പക്ഷി യാതൊരു ദോഷവും ചെയ്തിട്ടില്ല വേട്ടക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷി യാതൊരു ദോഷവും ചെയ്തിട്ടില്ല വേട്ടക്കാരൻ കൊണ്ടുപോകുന്നത്. പക്ഷെ വേട്ടക്കാരൻ വട്ടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ എന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും. പക്ഷെ കോശി വൈദ്യൻ പണ്ടൊരിക്കൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു വിശദീകരണം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് ചേർന്ന് എഴുതിയ സങ്കീർത്തനമായിരുന്നു.
പസക്കോശു ഇതിൻ്റെ ആശയമാണ്. രണ്ടുപേരെ ചേർന്ന് എഴുതിയ സങ്കീർത്തനമാണ്. ആദ്യത്തെ ഭാഗം സങ്കീർത്തനക്കാരനാ. നമുക്ക് ഇങ്ങോട്ട് തുടരാം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഇത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാര്യം സജിത് കണ്ണൂരായിരുന്നു ദൂത് എടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തത്. ഒന്ന് ഓടിച്ചു തൊടുക. എനിക്കെതിരെ വേട്ടക്കാരുണ്ട്, വേട്ടക്കാരപ്പോ നീ എന്നെ തൊടുകയില്ല. പിന്നെ നാശകരമായ മഹാമാരി. ഇന്ന് മഹാമാരി എന്തോ രാവിലെ മുതൽ ദൈവാത്മാവിനോട് ഇടപെടുന്നേ കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഈ പട്ടണത്തിലൊരു പകർച്ചവ്യാധി ഉണ്ടാകാൻ പോകും. 1-2 ആവർത്തി പരിശുദ്ധാത്മാവ് ഇതിന് മുന്നമേ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ നടന്നു. ഒരിക്കൽ ദൈവാത്മാവ് പറഞ്ഞു, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ കൂട്ടമായി ജനിക്കാൻ പോവാം. അന്ന് പല ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ ഭയങ്കരമാണ്. പക്ഷെ ഈ ചർച്ചിനെ തമ്പുരാൻ ഒറ്റ കേസില്ലാതെ രക്ഷിച്ചു. പിന്നൊന്നായിരുന്നു ഡെങ്കിപ്പനി. അന്നൊരിക്കൽ പരിശുദ്ധമാ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് 10-22 ചത്തിട്ട് ഒറ്റ കേസ് നമ്മുടെ ചർച്ചിൽ ഇല്ലാതെ വണ്ണം സംരക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ദൈവിക ആയുധത്തിലൊന്നാണ് ദൈവം ദേശത്തിന് നേരെ ഉപയോഗിക്കുന്നത്. ആ വാക്യത്തിന് വേണ്ടി ആ സത്യത്തിൽ ഇവിടെ വരാൻ ദൈവാത്മാവിനോട് പറഞ്ഞത്. ഞാൻ ഉപവസിക്കുന്നവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് അതിനാ. നിങ്ങളുടെ ശരീരങ്ങൾ ബലഹീനമാകുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ അശ്വർ ചെയ്യുന്നു, തൊടത്തില്ല. അവനെ നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ഇന്നൊന്ന് പറഞ്ഞു, നാശകരമായ മഹാമാരിയിൽ നിന്ന് യഹോവ എന്നെ വിടുവിക്കും. നമ്മുടെ കുടുംബങ്ങളിലൂടെ ക്ലെയിം ചെയ്തു, എന്റെ കുടുംബത്തെ വിടുവിക്കും. നാശകരമായ മഹാമാരിയിൽ നിന്ന് യഹോവ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കും. തൗട്ട് വായിച്ചു. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. തന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും. ദൈവം കിളിയല്ല, കിളിക്കാ തൂവലുള്ളത്. ദൈവം കിളിയല്ല, ദൈവത്തിന് തൂവലുമില്ല. പിന്നെ എന്നാ എഴുതിയിരിക്കുന്നത്? സാധാരണക്കാരന് മനസ്സിലാകാൻ ഏറ്റവും നല്ല ലാംഗ്വേജാണ്. സാധാരണക്കാരന് മനസ്സിലാകാൻ ഏറ്റവും നല്ല ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. താനൊരു പക്ഷിയായിരുന്നെങ്കിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് തൻ്റെ ചിക്സിനെ മറയ്ക്കുന്നത് പോലെ, തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ എൻ്റെ കർത്താവ് എന്നെ മറയ്ക്കും. നിങ്ങൾ അത്യുന്നതന്റെ മറവില, സർവശക്തന്റെ നിഴലിൻ കീഴില. അടുത്തത്, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. വായിച്ചു. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. സങ്കീർത്തനക്കാരൻ തന്റെ ആത്മാവിനോട് താൻ തന്നെ പറയുന്നതാ. തന്റെ ആത്മാവിനോട് താൻ സംസാരിക്കുന്നത്. തന്റെ ആത്മാവ് ഒന്നാമത്തെ മനുഷ്യനായി ഇവിടെ മാറിയിരിക്കട്ടെ. പശക്കോശുവിന്റെ ആശയം അതിന്റെ അല്ല. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനോട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്നു. അതിന്റെ ഐ എം സോറി, അത് ഒരു പേപ്പർ പോലും അതിന് പെറുക്കി തരണേ. ഒരു പേപ്പറും പോകരുത്. 2, സങ്കീർത്തനക്കാരൻ മധ്യഭാഗത്തിരിക്കട്ടെ. 1, സങ്കീർത്തനക്കാരൻ്റെ ആത്മാവ്. അദ്ദേഹം മനപ്രയാസം വന്നപ്പോൾ ആത്മാവിനോട് സംസാരിക്കുക. തൻ്റെ ആത്മാവിനോട് താൻ തന്നെ പറയുക, എൻ മനമേ, എൻ്റെ ഉള്ളമേ, നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് ഇവൻ വിടുവിക്കും. യഹോവയായ ദൈവം ഇപ്പുറത്തിരിപ്പുണ്ട്. നടുക്ക് നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സിനോട് പറയുക, നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് യഹോവ വിടുവിക്കും. കാര്യം നിന്റെ ആശ്രയം യഹോവയില്ല. താവോട്ട് വായിച്ചു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇത് നമുക്ക് പേടിക്കാനില്ല. ഇതിനോട് പറയുക, ഈ തന്റെ ഹൃദയത്തോട് പറയുക, എന്റെ ഹൃദയമേ നിനക്ക് പേടിക്കാനില്ല. വായിച്ചു. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. നിങ്ങൾ അനർത്ഥം കാണും, ഞാൻ അനർത്ഥം കാണും, പക്ഷേ എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. പിന്നെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഇത്രയും തന്റെ സ്വന്തം ഹൃദയത്തോട് പറയാൻ ഇങ്ങോട്ട് തിരിഞ്ഞു, യഹോവേ അങ്ങന്റെ സങ്കേതമാകുന്നു, അങ്ങയുടെ അങ്ങയിൽ ഞാൻ ശരണപ്പെടും. താവോട്ട്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ യഹോവയ്ക്ക് മിണ്ടാതിരിക്കാൻ വയ്യാതായി. കോശുവേദിന്റെ എക്സ്പ്ലനേഷനാ. സങ്കീർത്തനക്കാരൻ തന്റെ സ്വന്തം ഹൃദയത്തോട് കുറെ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞേച്ച് യഹോവയുടെ നേരെ തിരിഞ്ഞു, യഹോവേ അങ്ങന്റെ സങ്കേതമാ. ഇത്രയുമായപ്പോൾ യഹോവയ്ക്ക് മിണ്ടാതിരിക്കാൻ വയ്യാതായി. യഹോവ തിരിഞ്ഞ് സങ്കീർത്തനക്കാരനോട് പറയുന്ന വാക്യമാണ് ഇവിടം മുതൽ. അത് അദ്ദേഹം പറഞ്ഞ 2 പേര് ചേർന്ന് എഴുതിയ സങ്കീർത്തനമാണ്. വായിച്ചോ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. തമ്പുരാന്റെ വാഗ്ദത്തം പ്രാർത്ഥിക്കുന്നത്, ഒരനർത്ഥം നിനക്ക് ഭവിക്കില്ല. കറക്റ്റ്. എന്റെ തമ്പുരാൻ പറഞ്ഞാൽ ഫലിക്കത്തില്ലെന്ന ആ വാക്കിന്റെ മേൽ സഭയായി നമ്മൾ ഇന്ന് മുദ്രയിടുക. ഒരനർത്ഥം എനിക്ക് ഭവിക്കയില്ല.
അതെന്റെ ദൈവത്തിന്റെ കൽപ്പനയാകയാൽ ഞാനത് ഏറ്റെടുക്കുന്നു. ഉപവസിപ്പാൻ വന്നിരിക്കുന്ന ദൈവ പൈതലേ, ഈ പട്ടണത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കുന്ന ദൈവ പൈതലേ, ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല. അടുത്തത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. യഹോവയുടെ രണ്ടാമത്തെ പ്രോമിസ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. പണ്ടൊരിക്കൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയ കാലം രക്തം തളിച്ച് കൂടാരങ്ങളെ വേർതിരിച്ചെങ്കിൽ ഇന്ന് തന്റെ ദൂതന്മാരെ കാവൽ നിർത്തി കൂടാരങ്ങളെ പരിപാലിക്കുന്ന ദൈവകൃപ, ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. പിന്നെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഞാൻ നിന്നെ കുറിച്ച് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പിന്നെ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകത്തില്ല. പിന്നെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. വഴിയിൽ സിംഹവും അണലിയും വന്നേക്കാം. ദൈവത്തിലെ പേടിക്കരുത്. ഐ വാണ്ട് ടു സ്ട്രെങ്തൻ യു, ഐ വാണ്ട് ടു എൻകറേജ് യു. വഴിയിൽ സിംഹം വരാം, വഴിയിൽ അണലി വരാം. വഴിയൊന്നും ക്ലീൻ അല്ല, പക്ഷെ നിന്നെ തൊടത്തില്ല, എന്നെ തൊടത്തില്ല. രണ്ടുപേര് ചേർന്ന് എഴുതിയ സങ്കീർത്തനം എങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റില്ല. യഹോവയ്ക്കൊരു പ്രോമിസ് ഉണ്ട്, സിംഹത്തെയും അണലിയെയും ചവിട്ടും, അത് നിന്നോട് അടുത്തു വരത്തില്ല. പിന്നെ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, തമ്പുരാൻ തുടരുകയാ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പിന്നെ അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് ഞാൻ യഹോവയോട് പറ്റിയിരിക്കയാൽ യഹോവ പറഞ്ഞു, നാം യഹോവയോട് പറ്റിയിരിക്കയാൽ യഹോവ പറഞ്ഞു, അവർ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവരെ വിടുവിക്കും. ഇതൊരു ദൈവത്തിന്റെ വാഗ്ദത്തമായി നമ്മുടെ അകത്തോട്ട് കയറട്ടെ. ദൈവത്തോടൊന്ന് പറ്റിയിരിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ നമുക്കൊന്ന് തിരിച്ചു പറയാം, കർത്താവേ ഞാൻ അങ്ങയോട് പറ്റിയിരിക്കയാൽ. ആ പറ്റിയവർക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങയോട് പറ്റിയിരിക്കയാൽ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ. അയച്ചു, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പിന്നെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, ദൈവം എനിക്ക് ഉത്തരമരുളും. മറുപടി ഇല്ലാതെ പോകത്തില്ല കേട്ടോ, മറുപടി ഇല്ലാതെ പോകത്തില്ല. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. പിന്നെ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും എടുത്തായിരുന്നു, കാലം തിരുത്തുന്ന ദൈവം അല്ലേ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ലോകം പറഞ്ഞ് കഷ്ടകാലമെന്ന്, പക്ഷേ എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത മനുഷ്യനെ കൊണ്ട് തിരുത്താൻ ഒക്കാത്തത് തമ്പുരാന് തിരുത്താൻ അറിയാം. ഞാൻ സമയങ്ങളെ തിരുത്തുന്ന ദൈവം, കാലങ്ങളെ മാറ്റുന്ന ദൈവം. കഷ്ടകാലത്ത് ഞാൻ അവൻ ഉത്തരമരുളും. പിന്നെ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. മതി, ഞാനിവിടെ നിർത്തുക. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളുടെ കലവറ തുറന്നതിനായി നന്ദി. നിങ്ങളുടെ ജനത്തിൻ്റെ മേൽ പകർന്നരുളിയതിനായി നന്ദി. ഇന്ന് നിങ്ങളുടെ ജനത്തോടുകൂടെ സാന്നിധ്യം ഇരിക്കണം. ഈ ജനത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. പട്ടണത്തിൽ വരുവാനുള്ള പകർച്ചവ്യാധികളിൽ നിന്ന്, പട്ടണത്തിൽ വരുവാനുള്ള പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളും വിടുവിക്കപ്പെടേണ്ടതിന് തൃക്കരങ്ങളിൽ ഒന്നുകൂടെ ഞങ്ങളെ താഴ്ത്തുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപവസിക്കുന്നവരുടെ മേൽ പ്രത്യേക ബലം പകരണമേ. ദീർഘനാളുകൾ പലരും ഉപവസിക്കുന്നു, പതിവില്ലാതെ പലരും ഇരിക്കുന്നു. കർത്താവേ, ബലം കൂടിയിരിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.